ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണല്ലേ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ശക്തിയുക്തം വാദിക്കാറുണ്ട്. പലർക്കും കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. നമുക്കെല്ലാവർക്കും ഒരേപോലെ കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, അത് ചിന്തിക്കാനുള്ള കഴിവാണ്. ചിന്തകളാണ് സത്യത്തിൽ നമ്മെ രൂപപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മെ വളരെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഒരു പ്രത്യേക ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതെന്താണെന്നറിയാമോ? മറ്റുള്ളവർ എന്ത് കരുതും, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത. ഈ ചിന്ത ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ ചിന്ത മാറ്റുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എന്ത് ചിന്തിക്കണമെന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ. ആരും അവിടെ കയറി ഇടപെടുന്നില്ല. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പലരിലും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചിന്തയാണിത്. ഒരുപക്ഷെ നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആവാം ഇതിന് കാരണം. ഒരു പൊതു ഇടത്ത് വെച്ച് ഒരു കുഞ്ഞ് കരയാൻ തുടങ്ങിയാൽ ഉടനെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? അയ്യേ കരയല്ലേ, ആളുകൾ കാണും, വെറുതെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്, നീ കാരണം ഞങ്ങൾക്കൊക്കെ നാണക്കേടായി. ഇങ്ങനെ മറ്റുള്ളവരെന്ത് കരുതും എന്ന ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് പല പല ഡയലോഗുകൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഇപ്പോഴും നമ്മെ സ്വാധീനിക്കുന്നത് കൊണ്ടാവാം ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഈ ചിന്തയെ അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ജീവിതം കുറേയും കൂടി സന്തോഷപ്രദമാകും. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ? ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. തിരിച്ചറിവാണല്ലോ പലപ്പോഴും ഗുണകരമായ തീരുമാനമെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ ചിന്തയുള്ളവർ പ്രധാനമായി നേരിടുന്ന 7 പ്രശ്നങ്ങൾ, അതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ മറ്റുള്ളവർ എന്ത് കരുതും എന്ന ചിന്തയുള്ളവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നോ? ഫിയർ ഓഫ് ഫെയിലിയർ. ഏറ്റവും വലിയ പേടികളിൽ ഒന്നാണിത്. കാരണം ഇത് നമ്മെ വല്ലാതെ ബ്ലോക്ക് ചെയ്യും. റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, പുതിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരുപക്ഷെ നമുക്ക് തോൽവി സംഭവിച്ചേക്കാം. ഈ തോൽവി വലിയ പ്രശ്നമായി മാറുന്നത് എപ്പോഴാണ്? മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. അല്ലാത്ത പക്ഷം തോൽവിയെ നമുക്ക് സിമ്പിളായിട്ട് നേരിടാൻ പറ്റും. ഈ സ്റ്റേജ് ഫിയറിൻ്റെ കാരണം എന്താണ്? എൻ്റെ പാട്ട് തെറ്റിപ്പോയാലോ, പ്രസംഗം നന്നായില്ലെങ്കിലോ, ഇങ്ങനെ ചിന്ത വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുന്നിലിരിക്കുന്നവരാണ്. അവരെന്ത് കരുതും എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് വലിയ നഷ്ടമല്ലേ? നമ്മൾ റിസ്ക്കുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ഇതൊന്നും ചെയ്യില്ല. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണമെന്നുണ്ട്, പാടണമെന്നുണ്ട്, പക്ഷെ ഈ ഒരു പ്രശ്നം കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ നൺ എന്നെ വിളിച്ചിരുന്നു. അവരുടെ പ്രശ്നം സ്റ്റേജ് ഫിയർ ആണ് കേട്ടോ. അവരൊരു സ്കൂളിലെ അധ്യാപികയാണ്. പക്ഷെ വലിയ സ്റ്റേജ് ഫിയർ ആണ്. ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കും, പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. അവരെന്നോട് ഈ സഭാകമ്പം മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പ്രാക്ടീസിലൂടെ മാത്രമേ ഇതിന് നമുക്കൊരു മാറ്റം വരുത്താൻ ഒക്കൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സ്കൂൾ ആനിവേഴ്സറിക്ക് റിപ്പോർട്ട് വായിക്കണമെന്ന് HM എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വളരെ നന്നായി, അങ്ങ് തുടങ്ങുക. അപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് അവർ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചു. ടീച്ചർ, ഞാൻ നന്നായിട്ട് റിപ്പോർട്ടൊക്കെ വായിച്ചു, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ HM എന്നോട് പറഞ്ഞു, സിസ്റ്ററിന് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, ഈ വിറയിലൊക്കെ ആളുകൾ കാണുമാവോ? അപ്പോൾ സിസ്റ്റർ ഒരു ഉഗ്രം മറുപടി കൊടുത്തു, ഞാൻ വിറച്ചാലും ഇല്ലെങ്കിലും, എനിക്ക് ടെൻഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അടുത്ത വർഷം റിപ്പോർട്ട് വായിക്കുന്നത് ഞാനായിരിക്കും. സൂപ്പർ മറുപടിയല്ലേ? നിങ്ങൾ എന്തൊക്കെ എന്നെക്കുറിച്ച് കരുതിയാലും ഞാനിത് ചെയ്തിരിക്കും. സിസ്റ്റർ മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ള ചിന്തയെ അതിജീവിച്ചത് അങ്ങനെയാണ്, ചില മറുപടികൾ കൊടുത്ത്. രണ്ടാമത്തെ കാര്യം, ഈ ചിന്തയുള്ളവരെ വളരെ പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ഓപ്പണായിട്ട് പെരുമാറാൻ പറ്റില്ല, ഒരു കാര്യവും തുറന്നു പറയാൻ പറ്റില്ല. നമ്മുടെ ശത്രുവല്ലാത്ത ഒരാളോട് പോലും വലിയ അടുപ്പം നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം ഇപ്പുറത്ത് വേറൊരാളുണ്ട്, ഞാൻ അങ്ങോട്ട് അടുപ്പം കാണിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ഒരു വശം കെടും. അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. മറ്റേ ആൾക്ക് അതുകൊണ്ട് വിഷമം ഉണ്ടായാലോ, മറ്റേയാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇവർ അഹോരാത്രം പണിയെടുക്കും. എന്ത് കഷ്ടസ്ഥിതിയാണല്ലേ. മറ്റുള്ളവരുടെ ഡിസ്പ്ലഷർ അവർക്ക് സഹിക്കാനേ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ പ്ലീസ് ചെയ്ത് വരുമ്പോൾ അവസാനം സംഭവിക്കുന്ന കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഒരു പരിധി കൂടുതൽ ആളുകളെ ഇങ്ങനെ സുഖിപ്പിക്കേണ്ട, സോപ്പിടാൻ പോകണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്.
അത് ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കുക. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നോ, ഈ ചിന്തയുള്ളവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവരിലായിരിക്കും. മറ്റുള്ളവരുടെ വിചാരങ്ങൾ പോലും അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അവരെക്കുറിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരും. അത് പലപ്പോഴും ഇത്തരം ആളുകളെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ചിലരെ കണ്ടിട്ടില്ലേ, മറ്റുള്ളവർക്ക് എന്നോട് അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചിട്ട് അവരുടെ സക്സസ് ഒന്നും ആരോടും പറയില്ല. ആളുകൾ അസൂയപ്പെട്ടാൽ നമുക്കൊരു ചുക്കും സംഭവിക്കാനില്ല. അപ്പം ഇത്രത്തോളം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ചൂഴ്ന്നിറങ്ങേണ്ട ഒരു കാര്യമില്ല. അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്നോ, ഇത്തരക്കാർക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, സക്സസ് ഇതേപ്പറ്റി ചിന്തിക്കാനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനും സമയം ഉണ്ടാവില്ല. കാരണം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചാണ്. അവിടെ സ്വന്തം ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ, സ്വന്തം വിജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ സ്പേസ് ഉണ്ടാവില്ല. നാലാമത്തെ കാര്യം, ഈ ചിന്തയുള്ളവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യും. ജോലിയുടെ സ്റ്റാറ്റസൊക്കെ അവർ മാറ്റി പറയും. ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്നോ, ഇപ്പോൾ ഏത് കാര്യവും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുമ്പോൾ, മാറ്റി പറയുമ്പോൾ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും. ഇത് മറ്റുള്ളവരെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു മോശമല്ലേ, മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ഇവർ പലതും ഹൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ ഇത് അറിഞ്ഞെങ്കിലോ എന്നുള്ള ചിന്ത കൂടുതലായി ഉണ്ടാവും. അവർ വല്ലാത്ത സമ്മർദ്ദത്തിലാവും. ഉള്ളതുപോലെ പറഞ്ഞാൽ ജീവിതം എന്ത് സിമ്പിളാണല്ലേ. പണ്ടൊരാൾക്ക് സംഭവിച്ചത് കേൾക്കണോ? അയാൾ LIC ഏജൻ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് ട്രെയിനിൽ കുറച്ച് കൂട്ടുകാരെ കിട്ടി. അപ്പോൾ എല്ലാവരും ഹൈ പൊസിഷനിലുള്ളവരാണ്. ഇയാളുടെ പൊസിഷന് ഒരു കുറവുമില്ല. വേണമെന്ന് വെച്ചാൽ LIC ഏജൻറ്റിന് നല്ല ഇൻകം ഉണ്ടാക്കാം. പക്ഷേ ഇയാൾക്ക് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇയാൾ LIC ഏജൻ്റ് ആണെന്നുള്ള കാര്യം ഹൈഡ് ചെയ്തു. വേറെ എന്തോ ജോലിയാണെന്ന് ഭാവിച്ചാണ് അയാൾ മറ്റുള്ളവരുമായിട്ട് ചങ്ങാത്തം കൂടിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ പറയുകയാണേ, ഈ LIC ഏജൻസിനൊക്കെ ഇത്ര ക്ഷാമമാണോ? എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 25 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കണമായിരുന്നു. ഞാനൊരാളെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവസാനം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരാളെ കണ്ടെത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ ഇങ്ങനെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് പലർക്കും. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ള ചിന്ത ദുരന്തമായിട്ട് മാറുന്നത് പാരൻറ്റിങ്ങിലാണ്. പല കാര്യങ്ങളിലും കുട്ടികളുടെ ഇഷ്ടം നോക്കാറില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാകരുതല്ലോ. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ചിന്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജൊക്കെ വളരെ സ്വാഭാവികമാണ്. എന്നാലും ചില മാതാപിതാക്കൾ, എൻ്റെ കുടുംബം വളരെ പാരമ്പര്യമുള്ളതാണ്, ഈ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് മക്കളെ എതിർത്ത് അവസാനം റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആകുന്ന പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. മാതാപിതാക്കളുടെ ചിന്തയ്ക്ക് അനുസരിച്ചുള്ള ഒരു ലൈഫ് പാർട്ട്ണർ അല്ലാന്ന് കാണുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് എന്ത് കാരണം കൊണ്ടാവാം, പ്രായമാകാം, കളറാകാം, കുടുംബ പശ്ചാത്തലം. പക്ഷേ ഇതുകൊണ്ട് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ കുട്ടിയുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധത്തിന് അത് വിള്ളലുണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് മക്കൾക്ക് എന്തെങ്കിലും പരാജയം സംഭവിക്കുമ്പോൾ അവരെ തള്ളിപ്പറയുക. അവരെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അവരെ തള്ളിപ്പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്, മറ്റുള്ളവരെന്ത് കരുതും, എൻ്റെ പാരൻറ്റിങ് മോശമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യൂബിളായിട്ടുള്ള ഈ കണക്ഷൻ. ഈ ഒരു ചിന്ത കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള ആളുകൾ ചോദ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുന്നു. മറ്റുള്ളവർ പലതും ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നാട് വിട്ടു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ ഭയപ്പെട്ട് ഒരു വിത്ഡ്രോവൽ സ്റ്റേജിലേക്ക് വരുന്ന ആളുകൾ, ഞാൻ അവിടെ പോയാൽ അയാൾ ഇത് ചോദിക്കും, മറ്റേത് ചോദിക്കും, ചോദിച്ചോട്ടെ, നമുക്കിഷ്ടമുണ്ടെങ്കിൽ അവിടെ പോകണം, നമുക്കവിടെ പോകണ്ടെന്നാണ് തോന്നലെങ്കിൽ പോകണ്ട. പക്ഷെ ചോദ്യങ്ങളെ ഭയപ്പെട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആളുകളുടെ ചോദ്യങ്ങളെ ഭയപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരെന്ത് കരുതും എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് അത്യാവശ്യം ബോൾഡായി ഇത്തരം സിറ്റുവേഷൻസിനെ നമുക്ക് നേരിടാം. ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. കുറച്ച് നാൾ നമ്മൾ ഈ ആറ്റിറ്റ്യൂഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർ വിടും. അതിനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ആറാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി ചിലർ ചത്ത് മരിച്ച് കാര്യങ്ങൾ ചെയ്യും. കയ്യിൽ പണമില്ലെങ്കിലും സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ ഉന്നത അവസ്ഥയിലാണെന്ന് അവർ കാണിക്കും. ഇവരുടെ പരിപാടി ഷോ ഓഫാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ധൂർത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതല്ലേ, മറ്റുള്ളവരെന്ത് കരുതും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു അംഗീകാരം കിട്ടാൻ ഞാൻ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം.
സത്യം പറഞ്ഞാൽ പലരുടെ ഉള്ളിലുള്ള തോന്നൽ എന്താണെന്നോ, ഇയാൾക്ക് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ പണം വെറുതെ ധൂർത്തടിക്കാൻ. ചിലപ്പോൾ എനിക്ക് അവരുടെ സഹതാപം തോന്നാറുണ്ട്. വലിയ ആഡംബരം കാണിച്ച് കല്യാണം നടത്തിയിട്ട് പല പാരൻസും സങ്കടം പറഞ്ഞിട്ടുണ്ട്. കയ്യിലെ പണമെല്ലാം തീർന്നുപോയി, മക്കളോട് ചോദിച്ചിട്ട് അവർ തരുന്നുമില്ല, ഇവരാകെ പ്രശ്നത്തിലായി. സത്യത്തിൽ മറ്റുള്ളവരുടെ അംഗീകാരം നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ചിന്തയിൽ അംഗീകാരത്തിനായി ശ്രമിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള അംഗീകാരം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഏഴാമത്തെ കാര്യം, ഇങ്ങനെ ചിന്തയുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ, അവർക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇഷ്ടങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. റിക്വസ്റ്റ് നടത്താൻ പോലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അവിടെയും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ചിന്ത ഇത് തന്നെയാണ്, മറ്റുള്ളവരെന്ത് കരുതും. ജീവിതം വളരെ സിമ്പിൾ ആകുന്നതിന് പകരം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു. നമുക്ക് ആരോടും എന്ത് റിക്വസ്റ്റ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് കരുതും എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ ഇവർ കുറച്ചുകൂടി കടന്ന് ചിന്തിക്കുവേ, അയാൾക്ക് നോ പറയേണ്ടി വന്നാൽ അയാൾക്ക് വിഷമാവില്ലേ, അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമാവില്ലേ, ഇങ്ങനെ മൊത്തം പ്രശ്നമാണ്. എന്തിനും നമ്മളിങ്ങനെ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കണം. മക്കളോട് പോലും ഒരു കാര്യം ചോദിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ ചിന്ത മാറ്റുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും തോന്നിയ പോലെ ജീവിക്കലല്ല കേട്ടോ. മറ്റുള്ളവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ വളരെ സെൽഫിഷായിട്ട് എനിക്ക് തോന്നിയ പോലെ ജീവിക്കലേ അല്ല. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണം, അവരർഹിക്കുന്ന പരിഗണന അവർക്ക് കൊടുക്കണം, അവർക്കെതിരെ പാരപണിയരുത്, സമൂഹത്തിൽ വളരെ മര്യാദയോടുകൂടി പെരുമാറണം, വീട്ടിൽ മറ്റുള്ളവർക്കുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കണം, പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിക്കണം, ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഇതെല്ലാം ഉണ്ടാകേണ്ടത് മറ്റുള്ളവരെന്ത് കരുതും എന്ന ചിന്തയിൽ നിന്നല്ല. അവിടെ ഉണ്ടാകേണ്ടത് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലാണ്. അത് നമുക്കുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. എന്തായാലും ഈ ചിന്ത പണ്ടേ കളഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ബ്യൂട്ടി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ചിന്തയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു പ്രായത്തിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം ഈ ചിന്ത, മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ളൊരു ചിന്ത എനിക്കില്ലാത്തത് കൊണ്ടാണ്. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുമ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, ഈ ഫിയർ ഓഫ് ഫെയിലിയർ. ആദ്യമൊക്കെ കുറച്ച് ആളുകളെ കാണുള്ളൂ. അപ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കും, അയ്യോ ടീച്ചർ ഇത്രയും കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു, ഇത്രയും സ്ഥാനത്തിരുന്ന ഒരാൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു വീഡിയോ വൈറലായി. അതാണ് യൂട്യൂബ് ചാനലിൻ്റെ സക്സസിൻ്റെ തുടക്കം. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ സൂപ്പർ മദർ, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ സൂപ്പർ വൈഫ്, ഐ വാണ്ട് ടു ബി എ ഹാപ്പി വൈഫ്. അത് ജനങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തു. ഒരുപാട് പേര് പെടാപ്പാടുപെടുന്നത് കാണാറില്ലേ, ഒരു സൽപ്പേരിന് വേണ്ടി. നല്ല ഭാര്യ, നല്ല അമ്മ, നല്ല എന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേണ്ടാന്ന് വെക്കുന്നു, എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിന്ത അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ, അതാണ് നമുക്ക് വേണ്ടത്. കുറേ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ശരിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.